ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ കൃഷ്ണൻ രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ സുമിത്ര കുറെ നേരം കൃഷ്ണയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കെ. എന്നിട്ട് ചോദിക്കും, മോളെന്തിനാ ഈ അടുക്കളയിൽ വന്നേന്ന് ചോദിക്കുക. അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേന്ന് ചോദിക്കും. അപ്പൊ പറയും, മോളെന്തിനാ ദോശയൊക്കെ ചുടാൻ, ഞാൻ അതൊക്കെ ചുടല്ലേന്ന് ചോദിക്കും. അതെന്താ അമ്മ, ഞാൻ നേരത്തെ എഴുന്നേറ്റെന്ന് പറയും. മോള് നേരത്തെ എഴുന്നേറ്റുന്നു. അതേ അമ്മേ, ഈ വയ്യാതെ എന്തിനാ കിച്ചണിലൊക്കെ വന്ന് ദോശയൊക്കെ ചുടാൻ നിൽക്കുന്നത് ചോദിക്കും. അതെന്താ അമ്മ, എനിക്ക് ചുട്ടാലെന്താന്ന് ചോദിക്കും. അതെ, നമുക്ക് എന്താ കറി ഉണ്ടാക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ സുമിത്ര പറയും, നമുക്ക് സാമ്പാറും ചമ്മന്തിയും ഉണ്ടാക്കാന്ന് പറയും. അപ്പൊ പറയും, വേണ്ട, പുതിന ചട്നിയും കൂടി ഉണ്ടാക്കാന്ന് പറയും. അപ്പൊ സുമിത്ര പറയും, അതുണ്ടാക്കാൻ എനിക്ക് അറിയില്ലല്ലോ മോളെ, അത് ഞാൻ ഉണ്ടാക്കാമല്ലോ അമ്മയെന്ന് പറയും. അങ്ങനെ ദോശയൊക്കെ ചുടുകയാണ്. അപ്പൊ ആ സമയത്ത് രണ്ടു മൂന്ന് ദോശ ചുട്ട് കഴിയുമ്പോഴത്തേനും കൃഷ്ണയ്ക്ക് അതിന്റെ ഇടയിൽ ഇങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി വരും. അപ്പൊ പെട്ടെന്ന് സുമിത്രയ്ക്ക് എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കും. അപ്പൊ പറയാം, എന്തോ വയ്യായിക ഉണ്ട് അമ്മയെന്ന് പറയാം. അങ്ങനെ സുമിത്ര തന്നെ അവിടെ ചെയറിൽ കൊണ്ടിരുന്നിട്ട് പറയും, മോൾ ഇനി ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, ഇതാ ഞാൻ പറഞ്ഞത്, വയ്യെങ്കിൽ പോയി കിടന്ന് റെസ്റ്റ് എടുത്തോ എന്ന് പറയും. അത് അമ്മ ഇപ്പൊ ഇങ്ങനെ പറയും. അമ്മ ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഞാൻ അനുസരിച്ചു. എനിക്ക് എന്റെ അസുഖങ്ങളൊക്കെ മാറുമ്പോ അമ്മയോട് ഞാൻ ഇങ്ങനെ തന്നെ പറയും കേട്ടോ എന്ന് പറയേ. അപ്പൊ സുമിത്ര പറയും, നമുക്ക് വല്ലതും മിണ്ടിയും പറഞ്ഞ് ഇങ്ങനെ കിച്ചണിൽ ജോലി ചെയ്യാൻ മോളെ എന്ന് പറയും. അങ്ങനെ അവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് സിതാരയുടെ വീട്ടിലാണെങ്കിൽ സിതാരയും സിനി അവിടെ നിൽക്കുമ്പോഴത്തേനും ഗാഥ അങ്ങോട്ടേക്ക് ചാടി വരും. ഗാഥ വന്നിട്ട് പറയും, സിനി ചേച്ചി എനിക്കൊരു ചായ വേണമെന്ന് പറയാം. അങ്ങനെ സിനി ചായ എടുക്കാൻ വേണ്ടി പോവേ. പെട്ടെന്ന് സിദ്ധാരയോട് ഗാഥ പറയും, അതെ മമ്മി, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ആ കളരിക്കലെ എല്ലാവരെയും വിളിക്കണം, എത്രയും പെട്ടെന്ന് വിളിക്കണം എന്ന് പറയാണ്. അപ്പൊ സിദ്ധാര പറയും, എന്തിനാ മോളെ ഇപ്പൊ വിളിക്കണ്ടേ, ഇപ്പൊ വിളിക്കൊന്നും വേണ്ട, നിന്റെ പ്രശ്നങ്ങളൊന്ന് നീ ഒന്ന് അടങ്ങ്, പതുക്കെ നമുക്ക് അതൊക്കെ ചെയ്യാന്ന് പറയും. അതൊന്നും പറ്റില്ല മമ്മി, എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും നവീനെ കാണാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് മമ്മിയോട് പറയുന്നത്, മമ്മി എല്ലാവരെയും ഒന്ന് വിളിച്ച് സംസാരിക്കണം എന്ന് പറയും. അതൊക്കെ വിളിക്കാൻ മോളെ, നീ എന്താ ഈ തിരുക്കം പിടിക്കുന്നതെന്ന് പറയേ. പെട്ടെന്ന് സിനി ചായയും കൊണ്ട് അങ്ങോട്ടേക്ക് വരും. അപ്പൊ സിനിയും പറയും, ഗാഥമ്മയുടെ മമ്മി പറയുന്നത് അനുസരിക്ക്, മമ്മിയുടെ മാനസികാവസ്ഥ ഒന്ന് ശരിയാകട്ടെ, അതിനുശേഷം നമുക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ശരിയാക്കി തരുന്ന മമ്മി പറഞ്ഞതല്ലേ എന്ന് ചോദിക്കാം. അപ്പൊ ഗാഥ പറയും, ശരി, മമ്മി പറഞ്ഞതുകൊണ്ട് ഞാൻ എന്തായാലും അനുസരിക്കാം, എന്തായാലും മമ്മി അതെല്ലാം പെട്ടെന്ന് തന്നെ ശരിയാക്കണം എന്ന് പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗാഥ അകത്തേക്ക് പോകും. അപ്പൊ തന്നെ സിദ്ധാരയ്ക്ക് ആകെ ടെൻഷനായി, ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ പോകും. ഇതേ സമയത്താണെങ്കിൽ കളരിക്കൽ വീണ്ടും ഇവര് ദോശയൊക്കെ ചുട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ വേണ്ടി ടേബിളിൽ എല്ലാം കൊണ്ടുവച്ച് എല്ലാവരും കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ കീർത്തിയും നിർമ്മലയുണ്ട്, സുമിത്രയും കൃഷ്ണയും ഉണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമിത്ര പറയും, കേട്ടോ നിർമ്മല, ഈ ഗാഥയാണെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ദോശയും കറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു പറയും, ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേന്. പെട്ടെന്ന് നിർമ്മല പറയാം, അത് ഞങ്ങൾക്കിട്ട് തന്നെ കുട്ടിയതല്ലേ എന്ന് ചോദിക്കും. അപ്പൊ സുമിത്ര പറയും, എന്താ നിർമ്മല ഇങ്ങനെയൊക്കെ പറയുന്നത്, അതെ ഞങ്ങൾ രാവിലെ എഴുന്നേക്കത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇതൊക്കെ പറയുന്നതെന്ന് പറയേ. അപ്പം പെട്ടെന്ന് സുമിത്ര ദേഷ്യപ്പെടുക. അപ്പൊ കൃഷ്ണ പറയും, വേണ്ട അമ്മേ, അതൊക്കെ വിട്, അവര് പറയുന്നത് ശരിയല്ലേ, വിട്ടേക്കാൻ പറയും. അപ്പൊ പറയൂ, എന്തൊരു പതിവ്രത എന്നും പറഞ്ഞിട്ട് കൃഷ്ണയെ കളിയാക്കുവേ. അപ്പൊ പറയും, സുമിത്ര പറയും, നിങ്ങൾ പറയുന്നത് ശരി തന്നെയാ, രണ്ട് ഗാഥമാരുണ്ടെന്ന് പറയാറില്ലേ, അതിലൊരു ഗാഥ ഇതെന്ന് പറയാം. അപ്പൊ പെട്ടെന്ന് കീർത്തി പറയും, അത് ഞങ്ങൾക്കറിയാലോ, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയും. അല്ലേലും എന്നിട്ട് പറയാം, കൂടുതൽ അടുക്കളയിലൊന്നും പോയി നിൽക്കേണ്ട എന്ന് പറയും. നേരത്തെ മുത്തശ്ശിയെ തള്ളിയിട്ടത് ഓർമ്മയില്ല, അതുപോലെ ചിലപ്പോൾ ചട്ടകം എടുത്തായിരിക്കും തലയിൽ അടിക്കുന്നതെന്ന് പറയേ. അപ്പൊ പെട്ടെന്ന് സുമിത്ര നിർമ്മലയോട് പറയും, എന്താ നിർമ്മല ഈ പറയുന്നതെന്ന് പറയേ. അപ്പൊ കൃഷ്ണ പറയും, വേണ്ടമ്മേ, പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, തെറ്റുകൾ ആര് ചെയ്താലും അത് പറയണമല്ലോ, അത് പറയണം, അത് തിരുത്താൻ പറ്റുന്നതാണ് തിരുത്തണം, അതല്ലേ നല്ലതെന്ന് പറയും. അപ്പൊ പെട്ടെന്ന് നിർമ്മല പറയും, ഷോ, എന്തൊരു മാറ്റം, അതാ ഞങ്ങള് പറഞ്ഞത്, ഇത്രയും വിനയൊന്നും പാടില്ലെന്നും പറഞ്ഞിട്ട് കൃഷ്ണയെ കളിയാക്കുവേ. അങ്ങനെ കൃഷ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമിത്ര എന്തോ സാമ്പാറോ എന്തോ എടുത്തിട്ട് കൃഷ്ണയുടെ പ്ലേറ്റിലേക്ക് ഒഴിക്കുന്ന സമയത്ത് കൃഷ്ണ അതെടുത്തിട്ട് വായിൽ വെക്കാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ തോന്നുവേ. അങ്ങനെ ഓടിപ്പോയി വൊമിറ്റ് ചെയ്യും. പുറകെ സുമിത്ര, എന്ത് പറ്റി മോളെ, എനിക്കറിയില്ല അമ്മേ, എന്തോ ഒരു വൈകായി ഉണ്ടെന്ന് പറയും. എന്നിട്ട് വീണ്ടും വന്നിരുന്ന് വീണ്ടും ഇവര് വർത്താനം പറയും, വീണ്ടും കൃഷ്ണയ്ക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും. അങ്ങനെ വീണ്ടും പോയി വോമിറ്റ് ചെയ്യും. അപ്പൊ കീർത്തി നിർമ്മല പറയൂ, കഴിക്കാനും സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു തീയെ. അപ്പൊ സുമിത്ര പറയും, ബാ മോളെ, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകാന്ന് പറയും. അപ്പൊ കൃഷ്ണ പറയും, വേണ്ട അമ്മേ, അത് കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെയല്ലല്ലോ മോളെ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ ഇതുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലണം എന്നല്ലേ പറഞ്ഞ, ബാ നമുക്ക് പോകാന്ന് പറയേ. അങ്ങനെ കൃഷ്ണയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ഒക്കെ ചെയ്യാണ്, ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം
ഡോക്ടർ ക്യാബിൽ വന്നിരിക്കുകയാണ്. വന്നിരിക്കുമ്പോഴത്തേന് കൃഷ്ണയുടെ പഴയ ഫയലൊക്കെ നോക്കും. അപ്പോൾ പറയും ആക്സിഡൻ്റ് കേസിലൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ഗാഥയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് സുമിത്രയോട് പറയാം. അപ്പോൾ കൃഷ്ണ പറയും അമ്മ കണ്ടില്ലേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനിയിപ്പോൾ എന്താന്ന് പറയാം. അപ്പം പെട്ടെന്ന് സുമിത്ര ചോദിക്കും വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണ പറയും എന്തിനാ അമ്മ അതൊക്കെ അങ്ങോട്ട് ചോദിക്കും, ഡോക്ടർ പറഞ്ഞല്ലോ കുഴപ്പമൊന്നുമില്ലാന്ന്. അപ്പോൾ പെട്ടെന്ന് ഡോക്ടർ പറയും കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞെങ്കിലും നമുക്ക് കുറച്ച് ടെസ്റ്റുകളും കൂടെ ഉണ്ടെന്ന് പറയും. അപ്പോൾ സിസ്റ്റർ വരും. സിസ്റ്ററോട് പറയും ബ്ലഡും യൂറിനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറയും. അപ്പോൾ കൃഷ്ണ സിസ്റ്ററുടെ കൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ പെട്ടെന്ന് ഡോക്ടർ സുമിത്രയോട് പറയും അതെ എൻ്റെ സംശയമാണ് കൃഷ്ണ പ്രഗ്നൻ്റ് ആണോന്ന്. അപ്പോൾ പെട്ടെന്ന് സുമിത്രയ്ക്ക് ഭയങ്കര സന്തോഷമാവും. ഇപ്പോൾ സുമിത്ര പറയും ഞങ്ങളുടെ തറവാട്ടിൽ എത്ര നാളായി ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഡോക്ടർ പറയും ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, ഇതൊന്നും പറയാൻ പാടില്ല, ആ കുട്ടി വരുമ്പോൾ പോലും ഇത് സംസാരിക്കരുത്, എന്തായാലും ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് സുമിത്ര അങ്ങ് പുറത്തിരിക്കുകയാണ്. പിന്നീട് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ സിദ്ധാരയാണ്. അങ്ങനെ ഗാഥ ഓടി വന്നിട്ട് പറയും മമ്മി ആ കൃഷ്ണ ഇപ്പോൾ എവിടെയാണോ എന്ന് അറിയാം. അപ്പോൾ പറയും സിദ്ധാര പറയും ചിലപ്പോൾ തങ്കം കൊണ്ടുപോയി കാണും, തങ്കത്തിൻ്റെ കൂടെ പോകാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയേ. അപ്പോൾ പറയും അമ്മ അങ്ങനെയൊക്കെ പറയും, അവളെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, അവൾ മിക്കവാറും കളരിക്കലായിരിക്കും എന്ന് പറയും, ഞാൻ കീർത്തിയെ വിളിക്കട്ടെ എന്ന് പറയും. അങ്ങനെ കീർത്തിയെ വിളിക്കുമ്പോൾ കീർത്തി എടുക്കത്തില്ല. വീണ്ടും കീർത്തിയെ വിളിക്കുമ്പോഴത്തേനും സിദ്ധാര കയറി ഫോണിൽ പിടിക്കുന്നത് എന്താ മോളെ നീ കാണിച്ചു കൂട്ടുന്നത്, അവരുടെ ഇതിൽ നീ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളാ, അപ്പം വിളിച്ചു കഴിഞ്ഞാൽ മൊത്തം കള്ളം പൊളിയത്തില്ലേ എന്ന് ചോദിക്കും. ഓ പിന്നെ ഞാൻ മോളിക്കുട്ടിയെ വിളിച്ചു, അവളാണ് എടുത്തില്ല, എന്തായാലും ആ ഗോപാലൻ്റെ നമ്പറുണ്ട്, അവരെയും കൂടെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഗോപാലനെ വിളിക്കുമ്പോഴത്തേനും നമ്മുടെ സുനന്ദയാണ് ഫോൺ എടുക്കുന്നത്. സുനന്ദ എടുത്തിട്ട് ചോദിക്കുക എന്താന്ന് ചോദിക്കുക, ആ കൃഷ്ണ ഇപ്പം ആരുടെ കൂടെയാന്ന് ചോദിക്കുക. അപ്പോൾ സുനന്ദയ്ക്ക് കാര്യം മനസ്സിലാവും. സുനന്ദ പറയാത് തങ്കത്തിൻ്റെ കൂടെ ഉണ്ടല്ലോ. ഓ അന്നേരം പറയും ഇനി നീ എങ്ങാനും ഇവിടെ വന്നാൽ നിന്നെ ഞങ്ങൾ അടിച്ച് കൊല്ലുന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ ഗാഥയെ നല്ല രീതിയിൽ തന്നെ സുനന്ദ ഭീഷണിപ്പെടുത്തും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യും. അപ്പോൾ സിദ്ധാർത്ഥ ചോദിക്കും നിനക്ക് മതിയായോ എല്ലാവരെയും വിളിച്ച്, ഈ വിളിക്കുന്ന പരിപാടി ഇനിയെങ്കിലും നിർത്തുമെന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ നിർത്തി, എന്തായാലും അവൾ അവിടെ ഇല്ലല്ലോ, അത് തന്നെ സമാധാനം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടും. അപ്പോൾ സിദ്ധാർത്ഥ സിനിയോട് പറയും സിനി ഒരു കാരണവശാലും കൃഷ്ണ നവീൻ്റെ കൂടെയാണെന്ന് അറിയരുതെന്ന് പറയേ. അങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ തങ്കത്തിന് വാക്ക് കൊടുത്ത കാര്യം സിദ്ധാര ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം എന്ന് ഓർത്തിട്ട്. പിന്നീടാണ് ഡോക്ടർ ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് കൃഷ്ണ പ്രഗ്നൻ്റ് ആണെന്നുള്ള സത്യം അറിയിക്കുന്നത്. ഇത് കേട്ട കൃഷ്ണ തന്നെ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ